ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് ഞാൻ കുറച്ച് ഫോട്ടോസ് നിങ്ങളെ കാണിക്കും. അതിന് ഓപ്ഷൻസും തന്നിട്ടുണ്ടാവും. ആ ഫോട്ടോയിലുള്ളത് ആരാണെന്ന് കറക്റ്റായ ഓപ്ഷൻ നോക്കി നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? അപ്പോൾ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. ഓരോ വ്യക്തിയെയും തിരിച്ചറിയാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെല്ലൈക്കനും എനേബിൾ ചെയ്തോളൂ. നോക്കൂ, നമ്മുടെ ഒന്നാമത്തെ ചിത്രം ഇതാണ്. തന്നിരിക്കുന്ന ഓപ്ഷൻസ്: കിരൺ ബേദി, ദ്രൗപദി മുർമു, സരോജിനി നായിഡു, ഇന്ദിരാഗാന്ധി. ഉത്തരം എന്താണ്? ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ്? ദ്രൗപദി മുർമു. ആരാണ്? ദ്രൗപദി മുർമു ആണ്. ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ആരാണ് ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി? ഓക്കെ, നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് പോകാം. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: മൻമോഹൻ സിംഗ്, അജയ് കുമാർ, നരേന്ദ്രമോദി, ഓം ബിർള. എന്താണ് ശരിയായ ഉത്തരം? നരേന്ദ്രമോദിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നിലവിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അടുത്ത ചിത്രം നോക്കൂ. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ്? നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കിയാലോ. വി ശിവൻകുട്ടി, പി രാജീവ്, പിണറായി വിജയൻ, കെ രാജൻ. തന്നിരിക്കുന്ന ചിത്രം ആരുടേതാണ്? വി ശിവൻകുട്ടി. നിലവിലെ കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് വി ശിവൻകുട്ടി. അടുത്ത ചിത്രം നോക്കാം. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻ ഇതൊക്കെയാണ്: കെ ആർ നാരായണൻ, വി വി ഗിരി, സാക്കിർ ഹുസൈൻ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. തന്നിരിക്കുന്ന ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇദ്ദേഹം ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി. അടുത്ത ചിത്രം നോക്കിക്കോളൂ. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കിയാലോ. സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ബാലഗംഗാധര തിലക്. ആരാണ്? ഉത്തരം പറയൂ. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയിലെ പ്രശസ്തരായ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഒരാളാണ്. അടുത്ത ചിത്രം ഇതാണ്. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻ നോക്കൂ. സഞ്ജു സാംസൺ, വിരാട് കോഹ്ലി, സച്ചിൻ തെണ്ടുൽക്കർ, രോഹിത് ശർമ്മ. ആരാണെന്ന് നിങ്ങൾ ഗസ് ചെയ്ത് പറയൂ. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്, വിരാട് കോഹ്ലി. ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ്? വിരാട് കോഹ്ലിയാണ്. ഇന്ത്യൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരവും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റനുമാണ് വിരാട് കോഹ്ലി. നമുക്ക് അടുത്ത ചിത്രം നോക്കാം. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ്? നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കിയാലോ. എം ടി വാസുദേവൻ നായർ, തകഴി ശിവശങ്കരപ്പിള്ള, ഒ വി വിജയൻ, കാക്കനാടൻ. ശരിയായിട്ടുള്ള ഉത്തരം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഉത്തരം ഇതാണ്, എം ടി വാസുദേവൻ നായർ. തന്നിരിക്കുന്ന ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ്? എം ടി വാസുദേവൻ നായരാണ്. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, സാഹിത്യകാരൻ, നാടകകൃത്ത് എന്നീ തലങ്ങളിൽ പ്രശസ്തനായ മലയാളിയാണ് എം ടി വാസുദേവൻ നായർ. അടുത്ത ചിത്രം നോക്കാം. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻ നോക്കൂ. ഗൗതം അദാനി, ശിവ് നാടാർ, മുകേഷ് അംബാനി, അനിൽ അംബാനി. കറക്റ്റായിട്ടുള്ള ഉത്തരം നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കൂ. ശരിയായ ഉത്തരം ഇതാണ്, ഓപ്ഷൻ ഡി, അനിൽ അംബാനി. ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ്? അനിൽ അംബാനിയാണ്. ഇന്ത്യയിലെ കോടിപതികളിൽ ഒരാളാണ് അനിൽ അംബാനി. അടുത്ത ചിത്രം നോക്കൂ. ഈ
ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിയാലോ. രാജ് കപൂർ, സഞ്ജീവ് കുമാർ, അമിതാഭ് ബച്ചൻ, ദിലീപ് കുമാർ. നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്, അമിതാഭ് ബച്ചൻ. തന്നിരിക്കുന്ന ചിത്രം ആരുടേതാണ്? അമിതാഭ് ബച്ചൻ്റേതാണ്. ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ നടനും നിർമ്മാതാവും ടെലിവിഷൻ അവതാരകനുമാണ് അമിതാഭ് ബച്ചൻ. അടുത്ത ചിത്രം നോക്കൂ. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതൊക്കെയാണ്. PT ഉഷ, കൽപ്പന ചൗള, കിരൺ ബേദി, മേരി കോം. നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ. ശരിയായിട്ടുള്ള ഉത്തരം കൽപ്പന ചൗളയാണ്. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി കൽപ്പന ചൗളയാണ്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വനിതയും ഇന്ത്യൻ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയുമായിരുന്നു കൽപ്പന ചൗള. അടുത്തത് നോക്കൂ. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. വരുൺ ഗാന്ധി, രാഹുൽ ഗാന്ധി, ശശി തരൂർ, അമിത് ഷാ. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കൂ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, രാഹുൽ ഗാന്ധി. തന്നിരിക്കുന്ന ചിത്രം ആരുടേതാണ്? രാഹുൽ ഗാന്ധിയുടേതാണ്. ഒരു ഇന്ത്യൻ രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി. അടുത്ത ചിത്രം നോക്കൂ. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ്? നെയ്മർ, റൊണാൾഡോ, ലയണൽ മെസ്സി, മറഡോണ. ഈ ഓപ്ഷനിൽ നിന്നും ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണെന്ന് തിരഞ്ഞെടുക്കൂ. തന്നിരിക്കുന്നതിൽ ശരിയായ ഉത്തരം ഇതാണ്, ലയണൽ മെസ്സി. അർജന്റീനക്കാരനായ ലോകോത്തര ഫുട്ബോൾ കളിക്കാരനാണ് ലയണൽ മെസ്സി. അടുത്ത ചിത്രം നോക്കാം. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ആശാ ഭോസ്ലെ, KS ചിത്ര, ശ്രേയ ഘോഷാൽ, ലത മങ്കേഷ്കർ. നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ശരിയായ ഉത്തരം ഇതാണ്, ഓപ്ഷൻ ഡി, ലത മങ്കേഷ്കർ. തന്നിരിക്കുന്ന ചിത്രം ലത മങ്കേഷ്കറിൻ്റെതാണ്. ഇന്ത്യയിലെ പ്രശസ്ത ഗായികയും സംഗീത ചക്രവർത്തിനി എന്നറിയപ്പെടുന്ന വ്യക്തിയുമാണ് ലത മങ്കേഷ്കർ. അടുത്ത ചിത്രം നോക്കൂ. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ്? നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഡോക്ടർ K ശിവൻ, വിക്രം സാരാഭായ്, S രാധാകൃഷ്ണൻ, ഡോക്ടർ APJ അബ്ദുൽ കലാം. തന്നിരിക്കുന്ന ചിത്രം ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റേതാണ്. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും പ്രശസ്ത ശാസ്ത്രജ്ഞനുമായിരുന്നു മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം. നമുക്ക് 15ാമത്തെ ചിത്രം നോക്കാം. ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണ്? ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാണെന്ന് നിങ്ങളൊന്ന് പെട്ടെന്ന് ഗസ് ചെയ്ത് നോക്കൂ. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതൊക്കെയാണ്. R ശങ്കർ, EMS നമ്പൂതിരിപ്പാട്, K കരുണാകരൻ, EK നയനാർ. ശരിയായ ഉത്തരം EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ഇതുപോലെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും എനേബിൾ ചെയ്തോളൂ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് എത്തുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.